വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം. മോശ ഇസ്രായേൽക്കാരെല്ലാവരെയും വിളിച്ച് അവരോട് പറഞ്ഞു, ഇസ്രായേലേ, നിങ്ങളുടെ ചെവികളിൽ ഞാൻ ഇന്ന് പ്രസ്താവിക്കുന്ന ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും ശ്രദ്ധിക്കുവിൻ. അവ നിങ്ങൾ പഠിക്കുകയും അനുവർത്തിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് ഹോറോബിൽ വെച്ച് നമ്മളുമായി ഒരു ഉടമ്പടി ചെയ്തു. നമ്മുടെ പിതാക്കന്മാരുമായല്ല കർത്താവ് ഈ ഉടമ്പടി ചെയ്യുന്നത്. പ്രത്യുത ഇന്ന് ഇവിടെ ജീവനോടെ ഇരിക്കുന്ന ഈ നാം എല്ലാവരോടുമായാണ്. മലയിൽ വെച്ച് അഗ്നിമധ്യേ നിന്ന് കർത്താവ് നിങ്ങളുമായി മുഖാമുഖം സംസാരിച്ചു. അഗ്നി നിമിത്തം ഭയന്ന് നിങ്ങൾ മലയിൽ കയറാതിരുന്നത് കൊണ്ട് കർത്താവിനും നിങ്ങൾക്കുമിടയിൽ ഇപ്രകാരമുള്ള കർത്തൃവചനം നിങ്ങളോട് വിവരിക്കാൻ ആ സമയം ഞാൻ നിൽക്കുകയായിരുന്നു. നിന്നെ ഈജിപ്ത് ദേശത്തു നിന്ന് അടിമകളുടെ ഭവനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. എന്റെ മുൻപിൽ നിനക്ക് അന്യദേവന്മാർ ഉണ്ടായിരിക്കരുത്. മുകളിൽ ആകാശങ്ങളിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് താഴെ ജലത്തിലോ ഉള്ള ഏതിൻ്റെയെങ്കിലും സാദൃശ്യം വിഗ്രഹം നീ ഉണ്ടാക്കരുത്. അവയ്ക്ക് നീ ആരാധന അർപ്പിക്കരുത്. അവയെ സേവിക്കയുമരുത്. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. എന്നെ വെറുക്കുന്നവരെ സംബന്ധിച്ച് പിതാക്കന്മാരുടെ കുറ്റം മക്കളുടെ മേലും 3-ാം തലമുറ മേലും 4-ാം തലമുറ മേലും ചുമത്തുന്ന തീക്ഷ്ണമതിയായ ദൈവം. എന്നാൽ എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്കും വേണ്ടി 1000 തലമുറകളോട് കാരുണ്യം പ്രവർത്തിക്കുന്നവനാണ് ഞാൻ. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം നീ വൃഥ ഉപയോഗിക്കരുത്. എന്തെന്നാൽ തൻ്റെ നാമം വൃഥ ഉപയോഗിക്കുന്നവനെ കർത്താവ് കുറ്റവിമുക്തനാക്കുകയില്ല. നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാബത്തു ദിനം വിശുദ്ധീകരിച്ചുകൊണ്ട് നീ ആചരിക്കുക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ എല്ലാ ജോലിയും നീ നിർവഹിക്കണം. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാബത്താണ്. നിന്നെ പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും സ്വസ്ഥരാകേണ്ടതിന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗത്തിൽ ഏതെങ്കിലുമോ നിന്റെ കവാടങ്ങൾക്കകത്തുള്ള പ്രവാസിയോ ഒരു ജോലിയും ചെയ്യരുത്. നീ ഈജിപ്ത് നാട്ടിൽ ദാസനായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും നിന്നെ അവിടെ നിന്ന് പുറത്തെത്തിച്ചുവെന്നും നീ അനുസ്മരിക്കണം. അതുകൊണ്ടാണ് നിന്റെ ദൈവമായ കർത്താവ് സാബത്തു ദിനം ആചരിക്കുവാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. നിനക്ക് ദീർഘായുസ് ഉണ്ടാകാനും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്മയുണ്ടാകാനും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുശാസിച്ചിരിക്കുന്നത് പോലെ നീ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നീ കൊല്ലരുത്. നീ വ്യഭിചാരം ചെയ്യരുത്. നീ മോഷ്ടിക്കരുത്. നിന്റെ അയൽക്കാരനെതിരായി നീ വ്യാജസാക്ഷ്യം നൽകരുത്. നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ നീ മോഹിക്കരുത്. നിന്റെ അയൽക്കാരന്റെ ഭവനത്തെയോ വയലിനെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ നിന്റെ അയൽക്കാരനുള്ള എന്തിനെയെങ്കിലുമോ നീ അഭിലഷിക്കരുത്. മലയിൽ അഗ്നി, മേഘം, കൂരിരുട്ട്, വലിയ ശബ്ദം എന്നിവയുടെ മധ്യേ നിന്ന് കർത്താവ് ഈ വചനങ്ങൾ നിങ്ങളുടെ സമൂഹം മുഴുവനോടുമായി പ്രഖ്യാപിച്ചു. തുടർന്ന് അവിടുന്ന് അതിനോട് ഒന്നും കൂട്ടിച്ചേർത്തില്ല. അവിടുന്ന് അവ 2 കൽപ്പലകകളിൽ ആലേഖനം ചെയ്യുകയും എന്നെ അവ ഫലമേൽപ്പിക്കുകയും ചെയ്തു. തമോമധ്യേ നിങ്ങൾ ആ സ്വരം കേൾക്കുമ്പോൾ മല തീയിൽ എരിയുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗോത്ര തലവന്മാരെല്ലാവരും ശ്രേഷ്ഠന്മാരും എന്നെ സമീപിച്ചു പറഞ്ഞു, ഇതാ നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ മഹത്വവും പ്രതാപവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന്
അവിടുത്തെ സ്വരവും ഞങ്ങൾ കേട്ടു. ദൈവം മനുഷ്യനുമായി സംസാരിച്ചിട്ടും അവൻ ജീവിച്ചിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ കണ്ടു. ആകയാൽ ഇപ്പോൾ ഈ വലിയ അഗ്നി ഞങ്ങളെ വിഴുങ്ങിയിട്ട് ഞങ്ങൾ എന്തിനു മരിക്കണം? ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നത് ഞങ്ങൾ ഇനിയും തുടർന്നാൽ ഞങ്ങൾ മരിച്ചു പോകും. എന്തെന്നാൽ അഗ്നിമധ്യേ നിന്ന് സംസാരിക്കുന്ന സജീവ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടും ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ പോലെ ഏതെങ്കിലും ശരീരി ആരുണ്ട്? നീ അടുത്തു ചെന്ന് നമ്മുടെ ദൈവമായ കർത്താവ് പറയുന്നതെല്ലാം കേട്ടാലും, എന്നിട്ട് നമ്മുടെ ദൈവമായ കർത്താവ് നിന്നോട് പ്രസ്താവിക്കുന്നതെല്ലാം നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാലും ഞങ്ങൾ കേൾക്കുകയും നിർവഹിക്കുകയും ചെയ്തുകൊള്ളാം. നിങ്ങൾ എന്നോട് സംസാരിച്ച നിങ്ങളുടെ വാക്കുകളുടെ സ്വരം കർത്താവ് ശ്രവിച്ചു. അപ്പോൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, നിന്നോട് സംസാരിക്കുന്ന ഈ ജനത്തിന്റെ വാക്കുകളുടെ സ്വരം ഞാൻ കേട്ടു. അവർ സംസാരിച്ചതെല്ലാം നന്നായിരിക്കുന്നു. എല്ലാ ദിനങ്ങളിലും എന്നെ ഭയപ്പെടാനും എൻ്റെ എല്ലാ കൽപ്പനകളും പാലിക്കാനും അങ്ങനെ അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്മയുണ്ടാകാനുമുള്ള അവരുടെ ഈ ഹൃദയേച്ഛ യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ നീ ചെന്ന് അവരോട്, നിങ്ങൾ നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ എന്ന് പറയുക. എന്നിട്ട് നീ ഇവിടെ എൻ്റെ കൂടെ നിൽക്കുക. കൈവശമാക്കാൻ ഞാൻ അവർക്ക് നൽകുന്ന നാട്ടിൽ അവർ നിർവഹിക്കാൻ നീ അവരെ പഠിപ്പിക്കേണ്ട ചട്ടങ്ങളും ന്യായ പ്രമാണങ്ങളുമാകുന്ന ഓരോ കൽപ്പനയും ഞാൻ നിന്നോട് പ്രതിപാദിക്കാം. ആകയാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇടം വലം വ്യതിചലിക്കരുത്. നിങ്ങൾ ജീവിക്കാനും നിങ്ങൾക്ക് നല്ലത് ഭവിക്കാനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസ്സുള്ളവരാകാനും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ അനുശാസിച്ച സകല മാർഗത്തിലും നിങ്ങൾ വ്യാപരിക്കണം. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം. നിങ്ങൾ കൈവശമാക്കാനായി കടന്നു ചെല്ലുന്ന ദേശത്ത് നിർവഹിക്കേണ്ടതിന് നിങ്ങളെ പഠിപ്പിക്കുവാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് ആജ്ഞാപിച്ച ചട്ടങ്ങളും ന്യായ പ്രമാണങ്ങളുമാകുന്ന കൽപ്പന ഇതാണ്. ഞാൻ നിന്നെ അനുശാസിക്കുന്ന അവിടുത്തെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും നീയും നിന്റെ മകനും പേരക്കിടാവും ജീവിതകാലം മുഴുവൻ പാലിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ നീ ഭയപ്പെടുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നിനക്ക് ദീർഘായുസ്സുണ്ടാകാനും വേണ്ടിയാണ്. ആകയാൽ ഇസ്രായേലെ, നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിനക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന തേനും പാലും ഒഴുകുന്ന ദേശത്ത് നിനക്ക് നന്മ ഉളവാകുന്നതിനും നീ വർദ്ധിക്കുന്നതിനുമായി നീ അവ കേൾക്കുകയും പാലിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ഇസ്രായേലെ, കേൾക്കുക. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കേണ്ടത് നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കഴിവ് മുഴുവനോടും കൂടെയാണ്. ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നിന്റെ മക്കളോട് നീ അവ പറഞ്ഞു ഉറപ്പിക്കണം. വീട്ടിൽ ആയിരിക്കുമ്പോഴും വഴിയിൽ ചരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി നീ സംസാരിക്കണം. അവ ഒരു അടയാളമായി നിന്റെ കൈയോട് ചേർത്ത് ബന്ധിക്കണം. പട്ടകളായി നിന്റെ നെറ്റിത്തടത്തിലും ഉണ്ടായിരിക്കണം. അവ നിന്റെ വീടിന്റെ കട്ടിളക്കാലുകളിലും പടിവാതിലുകളിലും നീ എഴുതണം. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ശപഥം ചെയ്ത നാട്ടിലേക്ക് നിന്നെ കൊണ്ടുവരാനിടയാകുമ്പോൾ നിനക്ക് തരാനിരിക്കുന്നത് നീ പണിയാത്ത വലുതും മെച്ചപ്പെട്ടതുമായ നഗരങ്ങളും നീ നിറയ്ക്കാതെ തന്നെ വിശിഷ്ട വസ്തുവെല്ലാം നിറഞ്ഞ വീടുകളും നീ കുഴിക്കാതെ തന്നെ കുഴിക്കപ്പെട്ട കിണറുകളും നീ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവു മരങ്ങളുമാണ്. നീ ഭക്ഷിച്ച് സംതൃപ്തനാകുമ്പോൾ അടിമകളുടെ ഭവനമായ ഈജിപ്ത് നാട്ടിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നിന്റെ ദൈവമായ കർത്താവിനെ നീ ഭയപ്പെടണം. അവിടുത്തെ സേവിക്കുകയും ചെയ്യണം. അവിടുത്തെ നാമത്തിലാണ് നീ പ്രതിജ്ഞ ചെയ്യേണ്ടത്. അന്യദേവന്മാരുടെ, നിങ്ങളുടെ ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ നിങ്ങൾ നടക്കരുത്. കാരണം നിന്റെ മധ്യേയുള്ള നിന്റെ ദൈവമായ കർത്താവ്
തീക്ഷ്ണമതിയായ ദൈവമാണ്. നിനക്കെതിരെ നിന്റെ ദൈവമായ കർത്താവിന്റെ കോപം ജ്വലിക്കാതിരിക്കേണ്ടതിനും ഭൂമുഖത്ത് നിന്ന് നിന്നെ ഇല്ലായ്മ ചെയ്യാതിരിക്കേണ്ടതിനുമാണത്. മാസായിൽ വെച്ച് നിങ്ങൾ പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിന്നെ അനുശാസിച്ചിട്ടുള്ള അവിടുത്തെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗരൂകതയോടെ പാലിക്കണം. കർത്താവിന്റെ ദൃഷ്ടികളിൽ ശരിയും നല്ലതും നീ നിർവഹിക്കണം. ഇത് നിനക്ക് നന്മയാകാനും നീ ചെന്ന് നിന്റെ പിതാക്കന്മാർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ നല്ല ഭൂമി കൈവശമാക്കാനും നിന്റെ മുൻപിൽ നിന്ന് നിന്റെ സകല ശത്രുക്കളെയും നിഷ്കാസനം ചെയ്യാനും വേണ്ടിയാണ്. കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും എന്തിനാണ് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ആരായുന്നുവെന്നിരിക്കട്ടെ. അപ്പോൾ നീ നിന്റെ മകനോട് പറയണം, ഈജിപ്തിൽ നമ്മൾ ഫറവോയ്ക്ക് അടിമകളായിരുന്നു. ശക്തമായ കരത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. കർത്താവ് നമ്മുടെ കൺമുൻപിൽ വെച്ച് ഈജിപ്തുകാർക്കും ഫറവോയ്ക്കും അവന്റെ കുടുംബം മുഴുവനും എതിരായി അടയാളങ്ങളും ബൃഹത്തും കഠോരവുമായ അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. എന്നിട്ട് നമ്മെ കൊണ്ടുവന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് താൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം നമുക്ക് നൽകാൻ വേണ്ടി അവിടുന്ന് നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തെത്തിച്ചു. അനന്തരം എക്കാലവും നമ്മുടെ നന്മയ്ക്കായി നമ്മുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ, അങ്ങനെ അവിടുന്ന് നമ്മെ ഇന്നത്തെ പോലെ ജീവനോടെ കാക്കാൻ ഈ ചട്ടങ്ങളെല്ലാം പാലിക്കണമെന്ന് കർത്താവ് നമ്മെ അനുശാസിച്ചു. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ അനുശാസിച്ചിട്ടുള്ളതുപോലെ അവിടുത്തെ മുൻപാകെ ഈ കൽപ്പന മുഴുവൻ നിറവേറ്റുന്നതിന് നാം ശ്രദ്ധിച്ചാൽ അത് നമുക്ക് നീതിയായി തീരും. 119 സങ്കീർത്തനം 101 മുതൽ 150 വരെയുള്ള തിരുവചനങ്ങൾ. അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ദുഷ്ടതയുടെ ഓരോ മാർഗത്തിൽ നിന്നും ഞാൻ പാദങ്ങൾ പിൻവലിച്ചു. അങ്ങയുടെ ന്യായവിധികളിൽ നിന്ന് ഞാൻ മാറിപ്പോയില്ല. അങ്ങാണല്ലോ എന്നെ പഠിപ്പിച്ചത്. ദിവ്യവചസ്സുകൾ എൻ്റെ നാവിന് എത്ര മധുരിക്കുന്നു, എൻ്റെ വായിക്ക് തേനിനേക്കാളും. ദിവ്യപ്രമാണങ്ങൾ മൂലം ഞാൻ ഗ്രാഹ്യമുള്ളവനായി. അതിനാൽ വ്യാജത്തിന്റെ ഓരോ മാർഗവും ഞാൻ വെറുത്തു. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ നീതി ന്യായ വിധികൾ പാലിക്കുന്നതിന് ഞാൻ ശപഥം ചെയ്ത് നിശ്ചയിച്ചു. ഞാൻ അത്യന്തം പീഡിതനാണ്. കർത്താവെ, തിരുവചനമനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. കർത്താവെ, എൻ്റെ അധരത്തിന്റെ സ്വാഭിഷ്ട കാഴ്ചകൾ ഇഷ്ടപ്പെടണമേ. അങ്ങയുടെ ന്യായവിധികൾ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ജീവൻ സദാ എൻ്റെ കരതലത്തിലാണ്. എന്നിട്ടും ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല. ദുഷ്ടർ എനിക്ക് കെണി വച്ചിരിക്കുന്നു, എന്നാൽ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. അങ്ങയുടെ സാക്ഷ്യങ്ങൾ എന്നേക്കും ഞാൻ അവകാശമാക്കി. എന്തെന്നാൽ അവ എൻ്റെ ഹൃദയത്തിന്റെ ആമോദമാണ്. അങ്ങയുടെ ചട്ടങ്ങൾ അന്ത്യം വരെ എന്നേക്കും നിവർത്തിക്കാൻ ഞാൻ എൻ്റെ ഹൃദയം ചായ്ച്ചിരിക്കുന്നു. ആദർശ ചാഞ്ചല്യമുള്ളവരെ ഞാൻ വെറുത്തു. അങ്ങയുടെ നിയമം ഞാൻ സ്നേഹിച്ചു. അങ്ങ് എൻ്റെ മറയും പരിചയവുമാണ്. അങ്ങയുടെ വചനത്തിനായി ഞാൻ കാത്തിരുന്നു. ദുർവൃത്തരെ, എന്നിൽ നിന്ന് മാറിപ്പോകുവിൻ. എൻ്റെ ദൈവത്തിന്റെ കൽപ്പനകൾ ഞാൻ കാത്തു സൂക്ഷിക്കട്ടെ. അങ്ങയുടെ വചസ് അനുസരിച്ച് എന്നെ താങ്ങണമേ. ഞാൻ ജീവിക്കട്ടെ. പ്രതീക്ഷയറ്റവനായി ലജ്ജിക്കാൻ എനിക്ക് ഇടയാക്കരുതേ. ഞാൻ സുരക്ഷിതനായിരിക്കാനും എപ്പോഴും അങ്ങയുടെ ചട്ടങ്ങളിൽ ശ്രദ്ധ പതിക്കാനും എന്നെ തുണയ്ക്കണമേ. അങ്ങയുടെ ചട്ടങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നവരെയെല്ലാം അങ്ങ് വില കെട്ടവരാക്കി. അവരുടെ കൗശലം വ്യർത്ഥമാണല്ലോ. ഭൂമിയിലെ ദുഷ്ടതയെല്ലാം കിട്ടങ്ങളായി അങ്ങ് പുറന്തള്ളി. ആകയാൽ അങ്ങയുടെ സാക്ഷ്യങ്ങളെ ഞാൻ സ്നേഹിച്ചു. അങ്ങയെക്കുറിച്ചുള്ള ഭീതിയാൽ എൻ്റെ ശരീരം വിറച്ചു. അങ്ങയുടെ ന്യായവിധികൾ മൂലം ഞാൻ ഭയപ്പെട്ടു. എൻ്റെ പീഡകർക്ക് അങ്ങ് എന്നെ വിട്ടുകൊടുക്കാതിരിക്കാൻ ന്യായവും നീതിയുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നന്മയ്ക്കായി അങ്ങേ ദാസന് അങ്ങ് ജാമ്യം നിൽക്കണമേ. ധിക്കാരികൾ എന്നെ പീഡിപ്പിക്കാതിരിക്കട്ടെ. അങ്ങയുടെ രക്ഷയ്ക്കായും നീതി വചസ്സിനായും നോക്കി പാർത്ത് എൻ്റെ കണ്ണുകൾ കഴച്ചു.
അങ്ങേ കാരുണ്യത്തിനൊത്ത വിധം അങ്ങേ ദാസന്റെ കാര്യത്തിൽ പ്രവർത്തിക്കണമേ. അങ്ങേ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ അങ്ങേ ദാസനാണ്. അങ്ങേ സാക്ഷ്യങ്ങൾ ഞാൻ മനസ്സിലാക്കേണ്ടതിന് എന്നെ ഉൾക്കാഴ്ച ഉള്ളവനാക്കണമേ. കർത്താവ് പ്രവർത്തിക്കേണ്ട സമയമായി. അവർ അങ്ങയുടെ നിയമം ലംഘിച്ചിരിക്കുന്നു. സർവോപരി സ്വർണത്തെക്കാളും തങ്കത്തെക്കാളും അങ്ങയുടെ കൽപ്പനകളെ ഞാൻ സ്നേഹിച്ചു. ആകയാൽ എല്ലാറ്റിനെയും സംബന്ധിച്ച സകല പ്രമാണങ്ങളും ഞാൻ നേരുള്ളതായി കരുതി. വ്യാജത്തിന്റെ ഓരോ പാതയും ഞാൻ വെറുത്തു. അങ്ങയുടെ സാക്ഷ്യങ്ങൾ വിസ്മയാവഹമാണ്. ആകയാൽ എൻ്റെ ആത്മാവ് അവ കാത്തു സൂക്ഷിക്കുന്നു. അങ്ങയുടെ വചനങ്ങളുടെ വിശദീകരണം പ്രകാശം പരത്തുന്നു. സാധുക്കളെ അത് ഉൾക്കാഴ്ചയുള്ളവരാക്കുന്നു. അങ്ങയുടെ കൽപ്പനകളോട് എനിക്ക് അഭിവാഞ്ചയുള്ളത് കൊണ്ട് ഞാൻ വായ് തുറന്ന് കിതയ്ക്കുന്നു. തിരുനാമത്തെ സ്നേഹിക്കുന്നവരോട് പതിവുള്ളതുപോലെ അങ്ങ് എൻ്റെ നേർക്ക് തിരിഞ്ഞ് എന്നിൽ കനിയണമേ. അങ്ങയുടെ വചസ്സിൽ എൻ്റെ കാലടികൾ ഉറപ്പിക്കണമേ. ഒരു അകൃത്യവും എന്നിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ. മനുഷ്യന്റെ പീഡനത്തിൽ നിന്ന് എന്നെ പരിത്രാണം ചെയ്യണമേ. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കട്ടെ. അങ്ങേ ദാസനിൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അവർ അങ്ങേ നിയമം പാലിക്കാത്തതിനെ ചൊല്ലി എൻ്റെ കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകിയിറങ്ങി. കർത്താവെ, അങ്ങ് നീതിമാനാണ്. അങ്ങയുടെ ന്യായവിധികൾ ഋജുവാണ്. നീതിയിലും അതിവിശ്വസ്തതയിലും അങ്ങ് ദിവ്യസാക്ഷ്യങ്ങൾ അനുശാസിച്ചിരിക്കുന്നു. എൻ്റെ വൈരികൾ നിന്റെ വചനങ്ങൾ മറക്കുന്നതിനാൽ എൻ്റെ തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുന്നു. അങ്ങയുടെ വചസ് അത്യന്തം സ്ഫുടം ചെയ്തതാണ്. അങ്ങയുടെ ദാസൻ അതിനെ സ്നേഹിച്ചു. നിസ്സാരനും നിന്ദിതനുമായിട്ടും ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ മറന്നില്ല. അങ്ങയുടെ നീതി ശാശ്വത നീതിയാണ്. അങ്ങയുടെ നിയമം സത്യവും. കഷ്ടതയും വേദനയും എനിക്കുണ്ടായി. എന്നാൽ അങ്ങയുടെ കൽപ്പനകൾ എൻ്റെ ആമോദമായിരുന്നു. അങ്ങയുടെ നീതിപൂർവകമായ സാക്ഷ്യങ്ങൾ ശാശ്വതമാണ്. എന്നെ പ്രബുദ്ധനാക്കണമേ, ഞാൻ ജീവിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിളിച്ചപേക്ഷിച്ചു. കർത്താവെ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊള്ളാം. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിച്ചു, എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ സാക്ഷ്യങ്ങൾ പാലിച്ചു കൊള്ളാം. ഞാൻ ഉഷസ്സിലെ കാലേ കൂട്ടി സഹായത്തിന് കേഴുന്നു. അങ്ങയുടെ വചനങ്ങൾക്കായി കാത്തിരിക്കുന്നു. അങ്ങയുടെ വചസ്സിനെ കുറിച്ച് വിചിന്തനം ചെയ്യുവാൻ എൻ്റെ കണ്ണുകൾ രാത്രിയാമങ്ങളെ എതിരേറ്റു. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എൻ്റെ സ്വരം കേൾക്കണമേ. കർത്താവെ, അങ്ങയുടെ ന്യായവിധിക്കനുസൃതം എന്നെ ജീവിപ്പിക്കണമേ. എന്നെ അനുധാവനം ചെയ്യുന്നവർ ദുരുദ്ദേശത്തോടെ എന്നെ സമീപിക്കുന്നു. അവർ അങ്ങയുടെ നിയമത്തിൽ നിന്ന് അകലെയാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. ഇതിനുശേഷം യേശു പുറത്തേക്കിറങ്ങിയപ്പോൾ ലേവി എന്നു പേരുള്ള ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് ശ്രദ്ധിച്ചു. അവൻ അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ അവനു വേണ്ടി ഒരു വലിയ വിരുന്നൊരുക്കി. ചുങ്കക്കാരും മറ്റുള്ളവരുമായി വലിയൊരു ജനക്കൂട്ടം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. ഫരിസേയരും അവരുടെ നിയമജ്ഞരും ശിഷ്യന്മാർക്കെതിരെ പിറുപിറുത്തു. എന്തുകൊണ്ടാണ് നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടുമൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്? യേശു അവരോട് മറുപടി പറഞ്ഞു, വൈദ്യന് ആവശ്യം ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ്. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ്. അവർ അവനോട് പറഞ്ഞു, യോഹന്നാന്റെ ശിഷ്യന്മാർ മിക്കപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, അങ്ങനെ തന്നെ ഫരിസേയരുടെ ശിഷ്യന്മാരും. എന്നാൽ നിന്റെ കൂടെയുള്ളവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. യേശു അവരോട് മറുപടി പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴരെ കൊണ്ട് ഉപവസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ മണവാളൻ അവരിൽ നിന്ന് എടുക്കപ്പെടുന്ന ദിവസങ്ങൾ വരും. ആ ദിവസങ്ങളിൽ അവർ ഉപവസിക്കും. അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും.
ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകി പോകുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. പഴയ വീഞ്ഞ് കുടിച്ച ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല. എന്തെന്നാൽ പഴയതാണ് മെച്ചം എന്നാണല്ലോ പറയുന്നത്. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.